UDF അടിത്തറ വിപുലീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിശാലമായ രാഷ്ട്രീയ പ്ലാറ്റ്ഫോമാകും, അതിൽ എല്ലാ കക്ഷികൾ ഉണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ശക്തമായി നേരിടുമെന്നും VD സതീശൻ കോട്ടയത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. UDFിലേക്ക് ഘടകകക്ഷികളെ കൊണ്ടുവരുന്ന കാര്യം UDF ചർച്ച ചെയ്യും. മുന്നണി രാഷ്ട്രീയത്തിന് പുതിയ മാനങ്ങൾ നൽകുന്ന വിപുലമായ രാഷ്ട്രീയ പ്ലാറ്റ്ഫോമായി UDF മാറും. ഒരുപാട് വിഭാഗം ജനങ്ങളെ ഉൾപ്പെടുത്താൻ കഴിയുന്ന പ്ലാറ്റ്ഫോമാണ് UDF എന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. ഇതിലും വിപുലമായി ശക്തിയോടെ UDF നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് VD സതീശൻ വ്യക്തമാക്കി. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതുകൊണ്ട് എല്ലാമായി എന്ന് വിചാരിക്കുന്നില്ല. മുന്നണി വിപുലീകരിക്കും. LDFിൽ നിന്നും NDAയിൽ നിന്നും ഇതിലൊന്നും പെടാത്തവരും മുന്നണിയിൽ ഉണ്ടാകുമെന്നും VD സതീശൻ പറഞ്ഞു. കേരളത്തിൽ ഞാനിപ്പോ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹം മുതിർന്ന നേതാവാണ്, കോട്ടയം ജില്ലയിലെ മാത്രമല്ല സംസ്ഥാനത്തെ. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഏറ്റവും മികച്ച ഒരു രാഷ്ട്രീയ വിജയം ഉണ്ടായ ഒരു ജില്ല കോട്ടയത്താണ്. ഞാൻ കോട്ടയത്തെ ജനങ്ങളോട് പ്രത്യേകമായ നന്ദി പറയും. പിന്നെ UDFിൽ ആരുമായിട്ട് ഇപ്പം നമ്മൾ ചർച്ചയൊന്നും നടക്കുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാം, UDFിന്റെ അടിത്തറ അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോൾ ഒന്നുകൂടി വിപുലീകരിക്കും. നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, UDF എന്ന് പറഞ്ഞാൽ കുറേ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു മുന്നണി മാത്രമല്ല. നിങ്ങൾ അങ്ങനെ കാണരുത്. UDFിനെ നിങ്ങൾ അങ്ങനെ കണ്ടതുകൊണ്ടാണ് പലരും അതിനെ ചെറുതായി കണ്ടത്. അതിൻ്റെ അപ്പുറത്തുള്ള ഒരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. മുന്നണി രാഷ്ട്രീയത്തിന് പുതിയ മാനങ്ങൾ നൽകുന്ന ഒരു പുതിയ പൊളിറ്റിക്കൽ ബ്രോഡർ ആയിട്ടുള്ള വളരെ വിപുലമായ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമും കൂടിയായി UDF മാറുകയാണ്. അപ്പോഴാണ് രണ്ടും നാലാകുന്നില്ല. പലപ്പോഴും കണക്ക് കൂട്ടുമ്പോൾ ആ രണ്ടും പലരെയും പല കണക്കുകൂട്ടലുകാരുടെയും 2-1 3 2 4 ഈ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം എന്താണ് എന്ന് പലർക്കും ബോധ്യമാകാതിരുന്നോണ്ടാണ്. ഞങ്ങൾക്ക് നേരത്തെ ബോധ്യം ഉണ്ടായിരുന്നു. i4 ന്യൂസ്, ഏറ്റുമാനൂർ.